വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന കുറച്ച് പ്രധാന ടോപ്പിക്ക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ബാക്കി വരുന്ന സബ്ജക്റ്റ് കൂടി പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമുക്ക് എന്താണ് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിംഗ് എന്ന് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഫ്രാഞ്ചൈസിംഗ്? When a business considers its next phase of development, franchising often comes into discussion. Franchising is often the answer to achieve high growth with limited investment for those who have a product or service which needs wider reach. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈഡർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, അല്ലേ? കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഫ്രാഞ്ചൈസിങ് സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഇൻ വിച്ച് സെമി ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഓണേഴ്സ് pay fees and royalties to the parent company in return for the right to become identified with its trademark, to sell its product or service, when often to use its business format and system. Compared to licensing, franchising agreements tends to be longer, and franchising offers a broader package of rights and resources which usually includes equipment, managerial system, operation manual, initial training, site approval, and all the support necessary for the franchisee to run its business in the same way as it is done by the franchisor. അപ്പോൾ ഫ്രാഞ്ചൈസി ആൻഡ് ഫ്രാഞ്ചൈസർ ഉണ്ട്, അല്ലേ? ഫ്രാഞ്ചൈസിങ്ങിൽ അപ്പോൾ ഫ്രാഞ്ചൈസർ പറയുന്ന രീതിയിലായിരിക്കണം ഫ്രാഞ്ചൈസി അവരുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഫ്രാഞ്ചൈസറാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. In the case of franchising, the franchisor generally maintains the right to control the quality of products and services. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഫ്രാഞ്ചൈസറിന് തന്നെയാണ്. ഇവിടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഫ്രാഞ്ചൈസറിനാണ്. ഫ്രാഞ്ചൈസർ പറയുന്ന രീതിയിലാണ് ഫ്രാഞ്ചൈസി അവരുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ സീ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ഫസ്റ്റ് വൺ ഈസ് ലൈസൻസിങ്, ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ ബിസിനസ്. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് തരുന്ന ആളുകളെയാണ് നമ്മൾ ലൈസൻസർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടും. ഫ്രാഞ്ചൈസിങ് ആണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ടോട്ടൽ ബിസിനസ് ഫങ്ഷൻസ് നമ്മളൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ലൈസൻസിങ് ലെസ് കൺട്രോൾ ടു ലൈസൻസർ, ലൈസൻസറിന് കൺട്രോൾ കുറവാണ്. ബട്ട് ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദ സെയിൽ ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ ഫ്രാഞ്ചൈസർ, ഫ്രാഞ്ചൈസറിന് കൺട്രോൾ കൂടുതലായിരിക്കും. ലൈസൻസിങ് കോമൺ ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഫ്രാഞ്ചൈസിങ് കോമൺ ഇൻ സർവീസ് ഇൻഡസ്ട്രി. ലൈസൻസിങ് എവിടെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ കോമൺ ആണെങ്കിൽ ഫ്രാഞ്ചൈസിങ് സർവീസ് ഇൻഡസ്ട്രിയിലാണ്. ദെൻ നമുക്ക് പറയാം ഈ ഒരു ലൈസൻസിങ് എന്ന് പറയുന്നത് കൗണ്ടർ പാർട്സ് ഇൻ അതർ കൺട്രീസ് ടു മാനുഫാക്ചർ ദർ പ്രോഡക്ട്സ്. മറ്റ് കൺട്രീസിൽ അവർക്ക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഫ്രാഞ്ചൈസസ് ഓഫ് KFC, MCD, പിസ്സ ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അപ്പോൾ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് മോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോ പൊളിറ്റിക്കൽ റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് കുറവായിരിക്കും, കോസ്റ്റ് കുറവാണ്. ഇറ്റ് അലൗസ് സൈമിൾട്ടേനിയസ് എക്സ്പാൻഷൻ ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ വേൾഡ്. ഡിഫറെൻറ്റ് റീജിയൻസിൽ നമുക്ക് പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ദെൻ വെൽ സെലക്റ്റഡ് പാർട്ട്നേഴ്സ് ബ്രിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് വെൽ ആസ് മാനേജീരിയൽ കാപ്പബിലിറ്റീസ് ടു ദ ഓപ്പറേഷൻ. ദെൻ ഇറ്റ് അലൗസ് ദ മാനുഫാക്ചർ ടു മെയിൻറ്റെയിൻ കോൺസിസ്റ്റൻസി ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ്. പ്രൊഡക്ട്സിൻ്റെ കോൺസിസ്റ്റൻസി മാനുഫാക്ചേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആൻഡ് ഈസി വേ ഓഫ് ലിവറേജിങ് അസെറ്റ്, യൂണിഫോം സിസ്റ്റം, കോമൺ ബ്രാൻഡ്, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ ഫ്രാഞ്ചൈസി മേ ബി ഡിഫിക്കൽട്ട്, അല്ലേ? ഫ്രാഞ്ചൈസി മെയിൻറ്റെയിനിങ് കൺട്രോൾ ഡിഫിക്കൽട്ടാണ്. പിന്നെ അതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രാഞ്ചൈസി ആർ ലൈക്ലി ഇൻക്ലൂഡിങ് ലീഗൽ ഡിസ്പ്യൂട്ട്. ദെൻ പ്രിസർവിങ് ഫ്രാഞ്ചൈസേഴ്സ് ഇമേജ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് മേ ബി
ചലഞ്ചിങ്. ഫ്രാഞ്ചൈസറിൻ്റെ ഇമേജ് നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇറ്റ് റിക്വയേഴ്സ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ഫ്രാഞ്ചൈസീസ് ആൻഡ് പ്രൊവൈഡിംഗ് ഓൺഗോയിങ് അസിസ്റ്റൻസ്. ഫ്രാഞ്ചൈസീസിന് ഒരു ഓൺഗോയിങ് അസിസ്റ്റൻസ് ഫ്രാഞ്ചൈസർ പ്രൊവൈഡ് ചെയ്യണം. അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രാഞ്ചൈസി മേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എക്വയർഡ് നോളജ് ആൻഡ് ബിക്കം കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഈ ഫ്രാഞ്ചൈസീസ് തന്നെ ഒരു അഡ്വാൻറ്റേജ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ കോമ്പറ്റീറ്റേഴ്സായി മാറുമെന്നൊരു കാര്യമുണ്ട്. ദ ഫ്രാഞ്ചൈസി മേ ഹാം ദ ഫ്രാഞ്ചൈസേഴ്സ് ഇമേജ് ബട്ട് നോട്ട് അപ്ഹോൾഡിങ് ഇറ്റ് സ്റ്റാൻഡേർഡ്സ്. ഇമേജിന് കോട്ടം വരാനുള്ള ചാൻസ് വരുത്തും ഫ്രാഞ്ചൈസി. Even if the franchisor cancels the agreement, few franchisees may run the business by making cosmetic changes. ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഇപ്പോൾ ഫ്രാഞ്ചൈസർ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്താലും ഫ്രാഞ്ചൈസി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ലാംഗ്വേജ്. ട്രാൻസ്ലേറ്റിംഗ് ദ ട്രെയിനിങ് മാനുവൽ, ഓപ്പറേഷൻസ് മാനുവൽ എക്സെട്ര എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് എന്തിൽ പറയാം? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടേൺ കീ പ്രൊജക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടേൺ കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സോൾഡ് ടു എനി ബയർ ആസ് എ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ്. ദിസ് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് build the order where the constructed builds an item to the buyer's expert specification or when an incomplete product is sold with assumption that the buyer would complete it. അപ്പോൾ ടേൺ കീ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ജനറലി യൂസ്ഡ് ഇൻ എ സെയിൽ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേൺ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നോളജി ഇൻഡസ്ട്രി മോസ്റ്റ് കോമൺലി ടു ഡിസ്ക്രൈബ് പ്രീ ബിൽറ്റ് കമ്പ്യൂട്ടർ പാക്കേജസ് ഇൻ വിച്ച് എവറിത്തിങ് നീഡഡ് ടു പെർഫോം എ സർട്ടൺ ടൈപ്പ് ഓഫ് ടാസ്ക് ഈസ് പുട്ട് ടുഗദർ ബൈ ദ സപ്ലയർ ആൻഡ് സോൾഡ് ആസ് എ ബണ്ടിൽ, ഒരു ബണ്ടിലായിട്ട് സെയിൽ ചെയ്യാം. ടേൺ കീ പ്രോഡക്ട്സ് ആർ സിനോണിമസ് ടു ഓഫ് ദ ഷെൽഫ് സൊല്യൂഷൻസ് ആൻഡ് മോസ്റ്റ് കസ്റ്റമൈസ് ദ റിയൽ എസ്റ്റേറ്റ് ടേൺ കീ എ ഡിഫറെൻറ്റ് ഹോം ഓർ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് റെഡി ഫോർ ഓക്യുപ്പേഷൻ. അപ്പോൾ ടേൺ കീ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊത്തത്തിൽ മാറ്റുക അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്യാപ്പബിലിറ്റീസും എല്ലാം നമ്മൾ ഓഫർ ചെയ്തിട്ട് ആളെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു ടേൺ കീ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടേൺ കീ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേൺ കീ പ്രൊജക്റ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് ടേൺ കീ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ദ കമ്പനി ടു എസ്റ്റാബ്ലിഷ് എ പ്ലാൻഡ് ആൻഡ് ഏൺ പ്രോഫിറ്റ് ഇൻ എ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും. അതുപോലെ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവരുടെ ഒരു എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.